Tell me about your journey with motherhood. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഞാൻ അമ്മയാകാൻ മനസ്സുകൊണ്ടും എല്ലാം ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി ആയിട്ടുള്ള ഒരു സമയത്താണ്, ആ ഒരു ഏജിലും അല്ലെങ്കിൽ ആ സമയത്തും ഒക്കെയാണ് ഞാൻ അമ്മയായതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പം എനിക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല, വേറെ ഒന്നും ഇതിലും മേലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേക്ക് മേലെ എനിക്കൊന്നുമില്ല. റേ ഈസ് എവറിത്തിങ് ടു മീ ആൻഡ് ഈവൻ ടു അമൽ. ഞങ്ങൾ രണ്ടുപേരുടെയും സ്ട്രെസ് ബസ്റ്റർ ആണ് ഞങ്ങളുടെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റേ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കിടക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഹെവൻ. അതിനകത്ത് ഇനി വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. റേ എന്നുള്ള പേര് സത്യജിത് റേ എന്നാണോ വന്നത്? അങ്ങനെയും വിചാരിക്കാം. ഹീസ് എ റേ ഓഫ് ഹോപ്പ്, ഹീസ് എ റേ ഓഫ് ലൈറ്റ്. കോൺഷ്യസ്ലി ആസ് എ പേരന്റ് എന്താണ് ചെയ്യുന്നത് ഫോർ റേ? സബ് കോൺഷ്യസ്ലി നമ്മൾ പലതും ചെയ്യും, അതാണ്. കോൺഷ്യസ്ലി ഞാൻ അങ്ങനെ പലപ്പോഴും നമുക്കറിയില്ല നമ്മൾ കറക്റ്റ് പാരന്റിങ് ആണോ എന്താന്നൊക്കെ ഉള്ളത്. പലപ്പോഴും പലതും നമുക്ക് പരിചയമുള്ളവരുടെ അടുത്തും ഇതേ പ്രായത്തിലുള്ള കുട്ടികളുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തും ഒക്കെയാണ് പലതും സജഷൻസ് ചോദിക്കുന്നതും. അങ്ങനെയൊക്കെ ആയിട്ട് പലതും എങ്ങനെയാണ് അവനെ ഒന്നും നമ്മൾ ഫോഴ്സ് ചെയ്യാറില്ല, അവന് ഇഷ്ടമുള്ള രീതിയിൽ. എന്നാൽ അവനെ ഓവർ ഈ പറയുന്ന പോലെ ഒരു സെലിബ്രിറ്റി കിഡായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ളതാണ് ഞങ്ങൾ കോൺഷ്യസ് ആയി ചെയ്യുന്ന കാര്യങ്ങൾ. ലെറ്റ്സ് സീ ഹൂ ഈസ് മോർ പേഷ്യന്റ് ആസ് എ പേരന്റ്, അമലാണോ ജ്യോതിയാണോ? എനിക്ക് ആ വീഡിയോ മനസ്സിൽ വരുന്നത്, അവൻ സ്റ്റേജിൽ കയറി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട്, അമൽ അങ്ങോട്ട് നടക്കുന്നുണ്ട്, കുറച്ചു നേരം കഴിയുമ്പോൾ ജ്യോതി പുറകെ ഓടുന്നുണ്ട്. സോ ഐ ആം ലൈക്ക് ആസ് പേരന്റ്സ് നിങ്ങൾ എങ്ങനെയാണ്? എനിക്ക് അമൽ കുറച്ചും കൂടി ഒരു റീൽ വൈറലായ ഒരു റീൽ ഉണ്ടല്ലോ, ഞാൻ അമൽ പറയാം ഒന്ന് താൻ സമാധാനപ്പെട്, അവന് കുറച്ച് സമയം കൊടുക്കും. ഞാൻ ഇങ്ങനെ അവൻ പോകുന്നിടത്ത് ഈ മറ്റേ സൂര്യകാന്തി പൂവ് ഇങ്ങനെ നോക്കുന്ന പോലെ അവനെ ഇങ്ങനെ ഫുൾ ടൈം ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും. അമൽ പറയും കുറച്ച് റിലാക്സ്ഡ് ആവും, ഡോണ്ട് വറി. എനിക്ക് തോന്നുന്നു അമൽ കുറച്ചും കൂടി പീസ്ഫുൾ ആണ്. ആൻഡ് യു ആർ ദിസ് ഹെലികോപ്റ്റർ മോം. അതെ, ഹെലികോപ്റ്റർ മോം ഐ ഡോണ്ട് വാണ്ട് ടു ബി. ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് വാണ്ട് ടു ബി ഹെലികോപ്റ്റർ മോം. പക്ഷേ ഐ ലൈക്ക് ടു ബി ഫോർ ഹിസ് ഗുഡ്. അവന് വേണ്ടത്ര സമയം ഞാൻ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ ഷൂട്ടിംഗ് ഷെഡ്യൂളും റേയുടെ ഷെഡ്യൂളും എല്ലാം കൂടി മാനേജ് ചെയ്തത്? വാട്ട് വാസ് ഇറ്റ് ലൈക്ക്? അയ്യോ ഭയങ്കര. എൻ്റെ കൂടെ ഒരു വൻ സംഘം തന്നെയായിരുന്നു ഷൂട്ടിങ്ങിന് പോകുന്നത്. എൻ്റെ മദർ ഇൻ ലോ ഉണ്ടായിരുന്നു, എൻ്റെ സിസ്റ്റർ ഇൻ ലോ, എൻ്റെ സിസ്റ്റർ ഇൻ ലോ, അങ്ങനെ ഒരു വലിയ എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ടാണ് ഞാൻ ഷൂട്ടിന് പോയത്. അവർ ആ റൂമിലുണ്ടാവും, ഞാനും അമലും ഷൂട്ടിന് പോകുന്നത് മോൻ ഉറങ്ങുന്ന സമയത്ത്. അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോവും. പിന്നെ തിരിച്ച് രാത്രി ആയിരിക്കും വരിക. ഒരു പക്ഷേ അവൻ ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൻ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. ഈ ഷൂട്ടിംഗ് ടൈം നമ്മുടെ ഓഫീസ് ടൈം പോലെ അല്ലല്ലോ, അതിങ്ങനെ മാറി മറിഞ്ഞൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് രണ്ടുപേരും ഇല്ല. നമുക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള. അപ്പോൾ എൻ്റെ മദർ ഇൻ ലോ തന്നെയാണ് ഇങ്ങനെ ഒരു ഓഫർ വെച്ചത്, ഞങ്ങൾ വരാം, ഞങ്ങൾ ഡോണ്ട് വറി. അങ്ങനെ എനിക്കൊരു അഷുറൻസ് ഒക്കെ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്.